ഒരു മൂന്നാം ഊഴത്തെ പറ്റി പ്രസിഡന്റ് ട്രംപ് വീണ്ടും പറയുന്നു. അദ്ദേഹം പറയുന്നത് ഇത് ഗൗരവപൂർണ്ണമായിട്ടാണ് പറയുന്നത്, തമാശയൊന്നുമല്ല. അതിനുള്ള സാധ്യതകളുണ്ട്, അതിനുള്ള വഴികളുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ പ്രസിഡന്റ് പറയുമ്പോൾ തീർച്ചയായിട്ടും വഴികൾ കാണുമല്ലോ. വഴികളില്ലാതെ പ്രസിഡന്റ് പറയില്ലല്ലോ. പ്രസിഡന്റ് നോസ് ഓൾ എവറിതിങ് എന്നാണല്ലോ ചൊല്ലു തന്നെ. പ്രസിഡന്റിന് എല്ലാ കാര്യവും അറിയാം. അപ്പോൾ നമ്മളാരും ഒന്നും പറയേണ്ടതില്ല എന്നാണ് ചൊല്ലു തന്നെ. അപ്പോൾ ഇതിൽ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ 1951 ഭരണഘടനാ ഭേദഗതിയിൽ പറയുന്ന ഇപ്രകാരമാണ്: നോ പേഴ്സൺ ഷാൽ ബി എലക്റ്റഡ് ഫോർ ദ ഓഫീസ് ഓഫ് ദ പ്രസിഡന്റ് ഫോർ മോർ ദാൻ ട്വൈസ്. 2 തവണയിൽ കൂടുതൽ ഒരാൾ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കാൻ പാടില്ല എന്നാണ് ഭരണഘടനാ ഭേദഗതി വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോൾ അതിനെ ബൈപ്പാസ് ചെയ്യുക എളുപ്പമല്ല, പക്ഷേ ചെയ്യാൻ വഴികളുണ്ടെന്നാണ് പറയുന്നത്. അത് എന്താണെന്ന് കൃത്യമായിട്ട് നമുക്കറിയില്ല, പക്ഷേ ചില വഴികൾ ഇതാണ്. ഒന്ന്, വൈസ് പ്രസിഡന്റ് JD വാൻസ് പ്രസിഡന്റായിട്ട് മത്സരിക്കുക, ട്രംപ് വൈസ് പ്രസിഡന്റായിട്ട് മത്സരിക്കുക. വിജയിച്ചു കഴിഞ്ഞതിന് ശേഷം JD വാൻസ് രാജിവെക്കുക. അപ്പം സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക്കായിട്ട് ട്രംപ് പ്രസിഡന്റ് ആവും. അപ്പോൾ അതാണ് ഒരു വഴിയായിട്ട് പറയുന്നത്. വേറെ പറയുന്നത് ഈ പറഞ്ഞ ഈ ഭരണഘടന ഈ വകുപ്പിൽ പ്രസിഡന്റ് ട്രംപ് ആദ്യം ഒരു തവണ വിജയിച്ചു, അതിനുശേഷം പിന്നെ പരാജയപ്പെട്ടു, അതിനുശേഷം വീണ്ടും വിജയിച്ചാണ് വന്നിരിക്കുന്നത്. അതായത് അദ്ദേഹം പ്രസിഡന്റായിരിക്കുന്ന തുടർച്ചയായിട്ടല്ല, കോൺസിക്യൂട്ടീവ് ടേംസിലല്ല. അപ്പോൾ കോൺസിക്യൂട്ടീവ് ടേംസിലല്ലെങ്കിൽ പിന്നെ രണ്ട് തവണ അടുപ്പിച്ച് ആയിട്ടില്ലല്ലോ. 2 തവണ അടുപ്പിച്ചാകാൻ പാടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിലൊരു വാദം സ്റ്റീവ് ബാനനും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ തുടർച്ചയായി എന്ന് പറയുന്നില്ലാത്തതുകൊണ്ട്, ഇതിൽ പറയുന്നില്ലാത്തതുകൊണ്ട് ട്രംപിന് വീണ്ടും മത്സരിക്കാം. കാരണം തുടർച്ചയായിട്ടല്ല പ്രാവശ്യം ഇതുവരെ ജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അടുത്തത് ഈ 2 തവണ തുടർച്ചയായിട്ട് ജയിക്കാനായിട്ട് അടുത്ത തവണ അതിനുള്ള സാധ്യത. പക്ഷേ അത് എത്ര കണ്ട് വിലപ്പോകും എന്നറിഞ്ഞുകൂടാ. ഇപ്പം JD വാൻസിനെ മത്സരിപ്പിച്ച് ട്രംപ് അധികാരമേറ്റെടുക്കുമെന്ന് പറഞ്ഞാൽ അതിനുള്ള സാധ്യതയും വളരെ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 12th അമെൻമെൻറ്റിൽ 12ാം ഭേദഗതിയിൽ വേറെ പറയുന്നുണ്ട്. അതായത് പ്രസിഡൻ്റാകാൻ യോഗ്യതയില്ലാത്ത ഒരാളെയും വൈസ് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കാൻ പാടില്ല, സ്ഥാനാർത്ഥിയാകാൻ പാടില്ല. വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി തീർച്ചയായിട്ടും പ്രസിഡന്റ് ആകാൻ യോഗ്യതയുള്ള ആളായിരിക്കണം. അപ്പോൾ പ്രസിഡന്റ് ട്രംപ് യോഗ്യതയുള്ള ആളല്ലെങ്കിൽ, നേരിട്ട് പ്രസിഡന്റായിട്ട് മത്സരിക്കാൻ യോഗ്യതയുള്ള ആളല്ലെങ്കിൽ പിന്നെ വൈസ് പ്രസിഡന്റായിട്ട് മത്സരിക്കാനും അദ്ദേഹത്തിന് യോഗ്യതയുണ്ടാവില്ല എന്നാണ് ആ വാദം, പഴുത്. ഇനി വേറെ എന്തെങ്കിലും പഴുതുണ്ടോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. ഇപ്പം നമുക്കറിയാം, റഷ്യയിലെ പുടിൻ പ്രധാനമന്ത്രിയെ രാജിവെപ്പിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കസേരകളിൽ ഇരുന്ന് കളിച്ചാണ് ആ പ്രസിഡന്റ് പദത്തിൽ വീണ്ടും വീണ്ടും തുടരുന്നത് വർഷങ്ങളായിട്ട്. അപ്പോൾ അമേരിക്കയിൽ തന്നെ 4 തവണ ഒരാളെ പ്രസിഡന്റ് ആയിട്ടുള്ളൂ. 4 തവണ ഇലക്ഷനിൽ നിൽക്കുകയും വിജയിക്കുകയും ചെയ്തിട്ടുള്ളൂ. ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ്. അത് 1932 മുതൽ 44 വരെ 4 ഇലക്ഷനിൽ, 32, 36, 40, 44 ഈ 4 ഇലക്ഷനിൽ 45 അദ്ദേഹം മരിക്കുകയും ചെയ്തു. അദ്ദേഹം ഓഫീസിൽ നിന്ന് തന്നെ മരിക്കുകയും ചെയ്തു. അപ്പോൾ അന്ന് അദ്ദേഹത്തെ എതിർത്ത ന്യൂയോർക്ക് ഗവർണറായിരുന്ന ഡേവി, ആൻഡ്രൂ ഡേവി ആണെന്ന് തോന്നുന്നു. അദ്ദേഹം പറയുന്നത് ഈ 4 തവണ ഒരാൾ മത്സരിച്ച് ജയിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ജനാധിപത്യത്തിന് വലിയ ഭീഷണിയാണ് എന്ന് പറഞ്ഞാണ് എതിരായിട്ട് മത്സരിച്ചത്. പക്ഷേ ഡ്യൂബി വിജയിച്ചില്ല. അദ്ദേഹം 48 ഹാരി എസ് ട്രൂമാനെതിരെയും മത്സരിച്ചു, പക്ഷേ അവിടെയും വിജയിച്ചില്ല. 2 തവണയും അദ്ദേഹം പരാജയപ്പെടുകയാണ് ചെയ്തത്, ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി. അപ്പോൾ എങ്ങനെയായാലും അന്ന് ഈ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റിന് അനുകൂലമായിരുന്ന കാലാവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ അന്ന് ഗ്രേറ്റ് ഡിപ്രഷനാണ്. 1930കളിലെ ആ തുടക്കത്തിൽ, 29-30 ആ തുടക്കത്തിലുണ്ടായ ഗ്രേറ്റ് ഡിപ്രഷൻ, സാമ്പത്തിക മാന്ദ്യം, സാമ്പത്തിക തകർച്ച. അപ്പം ആളുകൾക്ക് ജോലിയില്ല, കൂലിയില്ല, വളരെ വിഷമത്തിൽ രാജ്യം കടന്നു പോകുന്ന ആ ഒരവസ്ഥ. അത് കഴിഞ്ഞ് അത് ഏകദേശം ഒന്ന് കരകയറി വരുമ്പോഴത്തേക്കാണ്, അന്നാണ് സോഷ്യൽ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടാകുന്നത്. നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അതിനുശേഷമാണ്, അധികം താമസിയാതെയാണ് 2ാം ലോക മഹായുദ്ധം ഉണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെയായാലും പ്രശ്നങ്ങളിലൂടെയാണ് ആ സമയത്ത് അമേരിക്ക കടന്നുപോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലവിലുള്ള പ്രസിഡന്റിനെ മാറ്റാൻ അന്നത്തെ ജനത ആഗ്രഹിച്ചതും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയായാലും 44 ഇലക്ഷനിലും അദ്ദേഹം വിജയിച്ചു, പക്ഷേ അടുത്ത വർഷം മരിച്ചു. അദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡന്റായിരുന്ന ഹാരി ട്രൂമാൻ പ്രസിഡന്റായി. അദ്ദേഹത്തിൻ്റെ കാലത്താണ് അവിടെ കൊണ്ട് ഹിരോഷിമയിലും മറ്റും ബോംബ് വർഷിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ചരിത്രം. അപ്പോൾ ഇങ്ങനെ, പക്ഷേ റൂസ്വെൽറ്റ് ഇങ്ങനെ 4 തവണ ആയതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് 51 ഭരണഘടനാ ഭേദഗതി വന്നത്. ഇനി ആരും അങ്ങനെ വേണ്ട, 2 തവണയിൽ കൂടുതൽ വേണ്ട, 2 തവണ മത്സരിച്ചാൽ തന്നെ ധാരാളമാണ്,
ഒരു പ്രസിഡന്റിന് അദ്ദേഹത്തിൻ്റെ കഴിവും അദ്ദേഹത്തിൻ്റെ പ്രാധാന്യവും തെളിയിക്കാനുള്ള ധാരാളമായിട്ടുള്ള ഒരു കാലാവധിയാണത് എന്നാണ് അന്നത്തെ ഭരണഘടന വ്യക്തമാക്കിയത്. അത് ഈ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റിൻ്റെ സ്ലാപ്പ് ഓൺ ദ ഫേസ് ഓഫ് റൂസ്വെൽറ്റ് എന്നാണ് അതിനെപ്പറ്റി ചിലർ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ റൂസ്വെൽറ്റിൻ്റെ കാരണത്ത് ഒരടി കൊടുത്ത പോലെ ആയിപ്പോയി ആ ഭരണഘടനാ ഭേദഗതി എന്ന് ചിലർ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ട്രംപ് മൂന്നാം ഊഴത്തെ പറ്റി പറയുന്നത്. അത് എത്ര കണ്ട് നടപ്പാകും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇനി വേറെ ഒരു വഴിയുള്ളത് ഭരണഘടന ഭേദഗതി ചെയ്യുകയാണ്. അത് വളരെ എളുപ്പമുള്ള കാര്യമല്ല. ഭരണഘടന ഭേദഗതി ചെയ്യണമെങ്കിൽ ഈ കോൺഗ്രസ്സിൽ ലോവർ ഹൗസിലും സെനറ്റിലും 3/2 അംഗങ്ങൾ വോട്ട് ചെയ്യണം, അനുകൂലമായിട്ട് വോട്ട് ചെയ്യണം. പിന്നെ അത് 4/3 സ്റ്റേറ്റുകൾ അത് റാറ്റിഫൈ ചെയ്യണം, അത് അംഗീകരിക്കണം. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ. പിന്നെ എന്താണ് പഴുത്, എന്താണ് മാർഗമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പ്രസിഡന്റിന് എന്തെങ്കിലും വേറെയും കാര്യങ്ങൾ ഉണ്ടാവാം, വേറെയും പഴുതുകൾ അറിയാമായിരിക്കാം, നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ഏറ്റവും നല്ല ലീഗൽ ഉപദേശം കിട്ടുന്നയാളാണ് പ്രസിഡന്റ്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്കതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ. എങ്കിലും ഇപ്പം തന്നെ ഒരു മൂന്നാം ഊഴത്തെ പറ്റി ചിന്തിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ട്രംപിൻ്റെ പ്രായമാണ്. ഇപ്പോൾ എലക്ട് ചെയ്യപ്പെട്ടപ്പോൾ ഏറ്റവും പ്രായം കൂടിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ട്രംപ്. ഇനിയിപ്പം ഈ ടേം കഴിയുമ്പോൾ, അതായത് 4 വർഷം കഴിയുമ്പോഴത്തേക്ക് ട്രംപിൻ്റെ പ്രായം 82 വയസ്സും 7 മാസവും. നേരെ മറിച്ച് ബൈഡൻ സ്ഥാനം ഒഴിയുമ്പോൾ 82 വയസ്സും 2 മാസമേ ഉണ്ടായിരുന്നുള്ളൂ പ്രായക്കുറവായിരുന്നു സ്ഥാനം ഒഴിയുമ്പോൾ. അപ്പോൾ 82 വയസ്സും 7 മാസവും പ്രായമുള്ള ഒരാൾ പിന്നെയും 4 വർഷം കൂടെ ഭരിക്കുമ്പം 82, 83, 4, 87. അപ്പോൾ അത്രയും അങ്ങോട്ട് കയറിപ്പോവും. അങ്ങനെയുള്ള ചില നേതാക്കന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട് ലോകരംഗത്ത്. പക്ഷേ അമേരിക്കയിലില്ല. അമേരിക്കയിൽ വാസ്തവം പറഞ്ഞാൽ ഒരു 60-ന് താഴെയുള്ളവർ ഭരണരംഗത്ത് വരുന്നതാണ് എപ്പോഴും നല്ലതെന്നാണ് തോന്നിയിരിക്കുന്നത്. കാരണം അമേരിക്ക പോലൊരു വൈബ്രൻ്റായ ഒരു രാജ്യത്ത് അങ്ങനെ വരുമ്പോഴാണ് ഈ എടുത്തിയാടി തീരുമാനങ്ങൾ എടുക്കുകയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സുശക്തമായ നടപടികളും നിലപാടുകളും എടുക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. പ്രായം കൂടുന്തോറും ആ താല്പര്യങ്ങൾ കുറഞ്ഞു വരുന്നതായിട്ടല്ലേ, ആ കഴിവുകൾ കുറഞ്ഞു വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ട്രംപിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടെന്ന് അർത്ഥവുമില്ല. എന്തായാലും ഈ മൂന്നാം ഊഴത്തെപ്പറ്റി ഇപ്പോൾ ട്രംപ് പറയുമ്പം ഞാൻ ഓർക്കുന്നത് നമ്മുടെ അച്യുതാനന്ദൻ കേരളത്തിൽ വീണ്ടും മുഖ്യമന്ത്രി 90 വയസ്സ് കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആവണമെന്ന് മോഹമുണ്ടായിരുന്നു. അന്നേരം കവയത്രി സുഗതകുമാരി ചോദിച്ചൊരു കാര്യം ഓർമ്മയുണ്ട്. സഖാവിന് ഇനി എന്താണ് വേണ്ടത്? മുഖ്യമന്ത്രിയായി ഏറ്റവും ആദരിക്കപ്പെടുന്ന നേതാവായി ഇത്രയെല്ലാം നേട്ടങ്ങൾ കിട്ടി, ഇനിയും ഈ പ്രായത്തിൽ ഇനിയും വേണോ? ഇനിയും മോഹങ്ങളൊന്നും തീർന്നില്ലേ എന്ന് ചോദിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞ പോലെ ഈ 2 തവണ കൊണ്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞില്ല. ഇനി അടുത്ത തവണയും വേണമെന്നുണ്ടോ? ഞാനില്ലെങ്കിൽ പ്രളയം എന്ന രീതിയിൽ ഏതെങ്കിലും നേതാക്കന്മാർ ചിന്തിക്കുന്നത് ശരിയാണോ എന്നൊരു ചോദ്യവും ഇവിടെ ഉണ്ടാവുന്നു. കാരണം ഏറ്റവും നല്ല ഉദാഹരണം നമ്മൾ റഷ്യയിൽ പുട്ടിൻ്റെ കാര്യത്തിൽ കാണുന്നുണ്ട്. പുട്ടിനൊക്കെ പണ്ടേ രംഗം വിടേണ്ട ആളാണ്. അതിന് പകരം കടിച്ചു തൂങ്ങിക്കിടന്ന് ആ ഒരു രാജ്യത്തെ തന്നെ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുന്നു. ലോകരംഗത്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ചിന്തിക്കേണ്ട കാര്യങ്ങൾ.